2025 പുതുവർഷം ഈ ആയുഷ്കാലം മറക്കാനാകില്ല പത്തനംതിട്ട അടൂർ പള്ളിക്കലിലെ ജോമിന്റെ കുടുംബത്തിന്. ഇന്നലെ രാത്രി 7 മണി മുതൽ 10 മണി വരെ അവരനുഭവിച്ചതിന് കണക്കില്ല. സ്വന്തം വീട്ടിൽ ബന്ദിയാക്കപ്പെട്ട നിലയിലായിരുന്നു ആ കുടുംബം. പാചകവാതകം തുറന്നുവിട്ട നിലയിലാണ്. വീട് പുറമേ നിന്ന് പൂട്ടി. ഫയർഫോഴ്സിന്റെ അവസരോചിതമായ ഇടപെടലാണ് ഇവരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചത്. പുതുവർഷത്തലേന്ന് രാത്രി 7 മണി. പതിവ് പോലെ പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു പത്തനംതിട്ട അടൂർ പള്ളിക്കലിലെ ഒരു കുടുംബം. അച്ഛൻ, അമ്മ, ഒരു മകൻ, ഒരു മകൾ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് ആ വീട്ടിലെ അന്തരീക്ഷം മാറി. മകൻ 23 വയസ്സുള്ള ജോമിൻ അക്രമാസക്തനായി. വീട്ടിനുള്ളിലെ ഉപകരണങ്ങളെല്ലാം ജോമിൻ തല്ലി തകർത്തു. ഭയത്തോടെ നോക്കി നിൽക്കാനേ മാതാപിതാക്കൾക്കും സഹോദരിക്കും കഴിഞ്ഞുള്ളൂ. രാത്രി 8 മണിയോടെ വീടിന് പുറത്തിറങ്ങിയ ജോമിൻ വാതിൽ പുറത്തു നിന്ന് പൂട്ടി. ഔട്ട് ഹൗസിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ വീടിന്റെ ജനലിന് സമീപം എത്തിച്ച് ഗ്യാസ് സിലിണ്ടർ തുറന്ന് ജനലിനുള്ളിലൂടെ ഗ്യാസ് വീടിനകത്തേക്ക് കയറ്റിവിട്ടു. മാതാപിതാക്കളെ കൊല്ലുമെന്ന് ജോമിൻ ഭീഷണി മുഴക്കി. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ, ബൈക്ക് എന്നിവ തല്ലി തകർത്തു. മാതാപിതാക്കളുടൻ അടൂർ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് യൂണിറ്റ് വീട്ടിലെത്തി. ജോമിൻ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു, അസഭ്യം വിളിച്ചു. ടോർച്ചടിച്ച് ജോമിന്റെ ശ്രദ്ധ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ മാറ്റി. ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ മാതാപിതാക്കളുടെയും സഹോദരിയെയും വീടിന് പുറത്ത് സുരക്ഷിതമായി എത്തിച്ചു. അടൂർ പോലീസ് സ്ഥലത്തെത്തി ജോമിനെ കസ്റ്റഡിയിലെടുത്തു. മകൻ മാനസികാസ്വാസ്ഥ്യം ഉള്ള ആളാണെന്നും കുറച്ചു ദിവസമായി മരുന്ന് കഴിച്ചിരുന്നില്ലെന്നും മാതാപിതാക്കൾ അറിയിച്ചതോടെ പോലീസ് ജോമിനെ മാതാപിതാക്കളോടൊപ്പം പറഞ്ഞുവിട്ടു. റിപ്പോർട്ടർ, പത്തനംതിട്ട.